വിപണിയിലേക്ക് നോക്കുന്ന സമയത്ത് 25,000 എന്നുള്ള ഒരു ലെവൽ മറികടക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 24,000-ൽ നിന്നും 25,000 എന്നുള്ളൊരു 1000 പോയിന്റ് റാലി വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ 25,010 എന്ന റേഞ്ചിൽ, അതായത് 25,000-ന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഒരു സർവകാല റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 25,078.3 എന്നുള്ള റേഞ്ചിന് ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു വോളറ്റിലിറ്റി നമുക്ക് ത്രൂ ഔട്ട് ദ സെഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെഷനിൽ ഒരു ടൈമിൽ 24,956 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം US വിപണി വളരെ സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളുടെ പ്രകടനം വിലയിരുത്തുമ്പോഴും ഏഷ്യൻ വിപണികളെല്ലാം തന്നെ റെഡിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി 50 പ്രോഫിറ്റ് ടേക്കിംഗ് സമയം അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 24,800 പോയിൻ്റ് സപ്പോർട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. 24,800 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ടൈം ഫ്രെയിമിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും. ആൻഡ് അങ്ങനെ ആ 24,800 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 400 പോയിൻറ്റിൻ്റെ എങ്കിലും ഒരു കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ലോ റിസ്ക് ആയിട്ടുള്ള ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് വളരെ ചുരുക്കമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 51,564 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത്. അവസാന നിമിഷങ്ങളിൽ ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 51,456 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയും ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്നൊരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു നിഫ്റ്റി ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ബാങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 52,000 പോയിന്റ്സ് ആൻഡ് സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 50,800 പോയിന്റ്. ഈ 52,000 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. സോ വി ഹാവ് ടു ബി വെയിറ്റിംഗ്. ആദ്യത്തെ ഒരു 1 hour ട്രേഡിംഗിൽ നമ്മൾ കാര്യമായിട്ട് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ നോക്കരുത്. ലെറ്റ് ദ മാർക്കറ്റ് സെറ്റിൽ ഡൗൺ. യെസ്, കഴിഞ്ഞൊരു സെഷനിൽ റിസൾട്ട് വന്ന കമ്പനികളിൽ പ്രധാനപ്പെട്ട ഒരു FMCG കമ്പനി ITC തന്നെയായിരുന്നു. ITCയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വളരെ മാർജിനൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4,917 കോടി രൂപയായിട്ടാണ് ഇത്തവണ അവർ നെറ്റ് പ്രോഫിറ്റിലെ ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം പരിശോധിക്കുമ്പോഴും ഒരു 7% ഒരു മുന്നേറ്റമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18,220 എന്ന റേഞ്ചിൽ. ITCയെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ബജറ്റിന് ശേഷമാണെങ്കിലും FMCG സെക്ടറിൽ ഒരുപാട് അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ITCയെ സംബന്ധിച്ചും സിഗരറ്റ് കമ്പനിക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ ITCയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു റിസൾട്ടിലുള്ള സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തായിരുന്നു? അതോടൊപ്പം തന്നെ ITCയിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പ്രിയ, നമ്മൾ ITC നോക്കുമ്പോഴേക്കും ജൂൺ 4-ന് ശേഷം ഒരു വലിയൊരു റാലി, വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും ITCയുടെ കേസിൽ കണ്ടിട്ടില്ല. സോ മൈ എക്സ്പെക്റ്റേഷൻ, മാർക്കറ്റിൽ ഇന്നൊരു സെല്ലിംഗ് വരുന്നുണ്ടെങ്കിൽ ITCയിലും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 485 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കാണുന്നില്ല. അതോടൊപ്പം ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോഴും ഇംപ്രസീവ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റിൽ 74% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത്തവണ 5,566 കോടി രൂപയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനവും 6% ഒരു മുന്നേറ്റം കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സെയിൽസ് നമ്പേഴ്സും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ടാറ്റ മോട്ടോഴ്സ്, അശോക് ലെയ്ലൻഡ്, ഫോഴ്സ് മോട്ടോഴ്സ്, ഇത്തരം ഓട്ടോ മേഖലയിലുള്ള എല്ലാ മേജർ സ്റ്റോക്സിലും നമുക്ക് കഴിഞ്ഞ ഒരു 10 സെഷൻസിൽ ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചു. ആൻഡ് ഐ തിങ്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസിലും ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ടൈം ആയിട്ടുണ്ട്. നമ്മൾ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,134 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ദിസ് ഇസ് ടു പ്രൊട്ടക്ട് ദ പ്രോഫിറ്റ്. ബട്ട് നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ തൽക്കാലം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ഇൻട്രസ്റ്റിംഗ്ലി ടാറ്റ മോട്ടോഴ്സ് ഇന്നലെ അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഡീമേജറും നടക്കുമെന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. സോ ദ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷൻ ആൻഡ് പാസഞ്ചർ കാർ ഡിവിഷൻ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ ഒരു നീക്കം നടക്കാൻ പോകുന്നുണ്ട്.
അതോടൊപ്പം കല്യാൺ ജ്വല്ലേഴ്സിന്റെ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 24% ഒരു വർധനവ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരുമാനത്തിലും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് കല്യാൺ ജ്വല്ലേഴ്സും രേഖപ്പെടുത്തിയിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഓവർവ്യൂ എന്താണ്? ഈ ഒരു സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസിൽ തന്നെയായിരുന്നു റിസൾട്ടുകൾ റിലീസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കല്യാൺ ജ്വല്ലേഴ്സിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും റിസൾട്ട്സ് ഐ എം വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. എൻ്റെ എക്സ്പെക്ടേഷൻസിന് ഇറ്റ് വാസ് ഇൻ ലൈൻ വിത്ത് മൈ എക്സ്പെക്ടേഷൻ. ബട്ട് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ജൂൺ 4 ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്കിലും ഒരു കറക്ഷനും നടന്നിട്ടില്ല. സോ എഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 550 രൂപയിലായിരിക്കണം നമ്മുടെ പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നിക്ഷേപകരൊക്കെ തന്നെ നമ്മുടെ ക്വരീസിലും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് സൊമാറ്റോ ആണ്. സൊമാറ്റോയുടെ നമ്പേഴ്സ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 253 കോടി രൂപയായിട്ടാണ് കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവരുടെ നെറ്റ് ലോസ് കുറച്ചുകൊണ്ട് നെറ്റ് പ്രോഫിറ്റായിട്ട് ഇത്തവണ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് ഇത്തവണ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ റവന്യൂ പരിശോധിക്കുമ്പോഴും 74% മുന്നേറ്റം സൊമാറ്റോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രോക്കറേജസും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ സൊമാറ്റോയിൽ തുടരുന്നുണ്ട്. സൊമാറ്റോയെ സംബന്ധിച്ച് സാറിൻ്റെ റിവ്യൂ എന്താണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു ആൻഡ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിട്ടായിരുന്നു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിയത്. പുതിയ ലോങ് പൊസിഷൻസ് എഗെയിൻ കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. റിസൾട്ട്സ് ഹാവ് ബീൻ ഫാന്റാസ്റ്റിക്. അതോടൊപ്പം തന്നെ റെയിൽടെൽ കോർപ്പിന്റെ റിസൾട്ടുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 26% ഒരു മുന്നേറ്റം റെയിൽടെൽ കോർപ്പിനെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. റവന്യൂവും 20% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ റെയിൽവേ സ്റ്റോക്സുകളും നിക്ഷേപകർ ഏറ്റവും അധികം ഫോക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓഹരികളാണ്. റെയിൽടെലിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? റെയിൽടെൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ വി ആർ സീയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്, ഒരു അല്പം വീക്ക്നെസ് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു മുന്നേറ്റം നമുക്ക് കാണണമെങ്കിൽ 520 രൂപയുടെ മുകളിൽ ട്രേഡ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അതോടൊപ്പം തന്നെ നിഫ്റ്റി 50-ൽ വെയിറ്റേജ് കൂടുതലുള്ള അദാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ചും അവരുടെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1455 കോടി രൂപയായിട്ടാണ് ഇത്തവണ അവർ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 2 മടങ്ങ് വർധനവ് ഇത്തവണ ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വരുമാനത്തിലും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് അദാനി എൻ്റർപ്രൈസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 13% മുന്നേറ്റത്തിൽ 25,472 കോടി രൂപയായിട്ടാണ് അദാനി എൻ്റർപ്രൈസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു വിപണിയിൽ പ്രധാനമായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അദാനി എന്റർപ്രൈസസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 മാസങ്ങളായിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 5-6 സെഷൻ്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു ചെറിയൊരു നേരിയ തോതിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന് വളരെ മേജറായിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 3320 രൂപയല്ല. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കുമെന്ന്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3320 രൂപ എത്തുമ്പോഴേക്കും ശ്രദ്ധിച്ചിരിക്കുക ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു സ്റ്റോക്ക് ആദിത്യ ബിർള ക്യാപിറ്റലാണ്. ആദിത്യ ബിർള ക്യാപിറ്റലിനെ സംബന്ധിച്ച് കമ്പനിയുടെ റിസൾട്ട് നമ്പേഴ്സ് നോക്കുമ്പോൾ 17% ഒരു വർധനവാണ് കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ സെയിൽസിലും നല്ലൊരു ഇംപ്രൂവ്മെൻറ്റ് ഇത്തവണ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8,832 കോടി രൂപയായിട്ടാണ് ആദിത്യ ബിർള അവരുടെ സെയിൽസ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 26% അടുത്ത ഒരു മുന്നേറ്റം ഇപ്പോൾ ആദിത്യ ബിർളയ്ക്ക് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റലിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ വ്യൂ എന്താണ്? ആദിത്യ ബിർള അൺഫോർച്ചുനേറ്റ്ലി ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആദിത്യ ബിർള. ഈ സ്റ്റോക്കിന് 232 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഇമ്മീഡിയറ്റ്ലി. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 215 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് FSCT-യുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ നോക്കുകയാണെങ്കിൽ 1.5% ഒരു നഷ്ടത്തിൽ 1011 രൂപ എന്ന റേഞ്ചിലായിരുന്നു FSCT-യുടെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. FSCT-യിലുള്ള സാറിൻ്റെ വ്യൂ. FACT, Paradip Phosphate, Madras Fertilizer, National Fertilizer മുതൽ PSU ഫെർട്ടിലൈസർ സ്റ്റോക്സിലൊക്കെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ കഴിഞ്ഞൊരു 10-15 ദിവസമായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കണമെങ്കിൽ 1062 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഒരു ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 975 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ ഒരു 3% മുന്നേറ്റത്തിൽ 1901 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ അഡാനി ഗ്രീൻ, അഡാനി എൻ്റർപ്രൈസസ്, അഡാനി എനർജി സൊല്യൂഷൻസ്, ഇത്തരം അഡാനി സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്സ് ഒക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. ആൻഡ് ഫൈനലി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ബുള്ളിഷ്നെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ലോങ് പൊസിഷൻ കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മൈസൂർ പെട്രോ കെമിക്കൽസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5% നഷ്ടത്തിൽ 185 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ മൈസൂർ പെട്രോ കെമിക്കൽസ് NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഇതിലൊരു കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി കാണാനും സാധിക്കുന്നില്ല. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ട്രേഡിംഗ് ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. ബിക്കോസ് ഇത്തരം സ്റ്റോക്സിൽ മാർക്കറ്റിൽ ഒരു ഇടിവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 212 രൂപയിലും ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് 165 രൂപയിലുമാണ് കാണുന്നത്. മധു എന്ന പ്രേക്ഷകൻ ഇന്ത്യ സിമൻസിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.26% നഷ്ടത്തിൽ 363 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ ഇന്ത്യ സിമൻസിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു മേജർ ബോട്ടം ജൂൺ 4 തന്നെയായിരുന്നു. ആൻഡ് അൾട്രാടെക്കിൻ്റെ ആ ഒരു ടേക്ക് ഓവറിൻ്റെ ഒരു റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു മാസം 6 ആഴ്ചക്കിടെ വലിയൊരു മുന്നേറ്റം നൽകിയൊരു സ്റ്റോക്കായിരുന്നു ഇന്ത്യ സിമൻസ്. ബട്ട് ആ ഒരു ടേക്ക് ഓവറിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ഷെയർസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അശ്വിൻ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കിർലോസ്കർ ഓയിൽ എൻജിൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 2.5% നഷ്ടത്തിൽ 1199 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കിർലോസ്കർ ഓയിൽ എൻജിൻസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മൈ അഡ്വൈസ് വുഡ് ബി കറണ്ട് ലെവൽസിൽ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ കാവേരി സീഡ്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 3%-ലധികം ഒരു നേട്ടത്തിൽ 1105 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ കാവേരി സീഡ്സ് അഗെയിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് വലിയൊരു മുന്നേറ്റം നൽകിയൊരു സ്റ്റോക്കായത്. ഈ ഒരു സ്റ്റോക്കിലും കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണുന്നില്ല. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിങ്ങിലായിരുന്നു ഇതൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിച്ചേർന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1050 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ റൈറ്റ്സിൽ ഉള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1%-അടുത്തൊരു നേട്ടത്തിൽ 721 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. റൈറ്റ്സിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഫെബ്രുവരി മാസത്തിന് ശേഷം ഇറ്റ് ഇസ് ട്രെൻഡിങ് സൈഡ് വേസ്. ലോങ് ടേം ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു പുതിയ എൻട്രി അവസരവും കാണാൻ സാധിക്കുന്നില്ല. 780 രൂപയിലായി ഇതിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടെക്സ്മാക്കോയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ നോക്കുകയാണെങ്കിൽ 2.5%-അടുത്ത നഷ്ടത്തിൽ 262 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്.
സോ ടെക്സ്മാക്കോ റെയിലിൻ്റെ കേസിലും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം കഴിഞ്ഞ 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 245 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറണ്ട് ലെവൽസിൽ അഗെയിൻ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഡിഷ്മാൻ കാർബോജൻ അമിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോക്ക്. അതിൻ്റെ സ്പെല്ല് ഞാൻ പറയാം. DISHMAN കാർബോജൻ CARBOGEN അമിസിക്സ് AMCIS എന്നുള്ളൊരു സ്റ്റോക്കിൻ്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 6% ഒരു നഷ്ടത്തിൽ 190 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഡിഷ്മാൻ കാർബോജൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇതിലൊരു വലിയൊരു സെല്ലിംഗ് ആയിരുന്നു കണ്ടത്. This is again a small cap stock. ബട്ട് ജൂൺ 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിലൊരു റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മിഞ്ഞാന്നത്തെ ട്രേഡിങ്ങിൽ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റും വലിയൊരു സർജും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇസ് അറ്റ് 200 റുപ്പീസ്. മിഞ്ഞാന്നത്തെ ആ ഒരു വലിയൊരു മുന്നേറ്റത്തിന് തുടർന്നായിരുന്നു ഇന്നലെ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ പേഴ്സണലി ഞാനൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രേക്ഷകർ ഇതിലൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 206 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. മറ്റൊരു പ്രേക്ഷകൻ ONGCയുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ONGC സംബന്ധിച്ച് 2.5% നേട്ടത്തിൽ 341 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ONGC അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട്. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 325 രൂപയല്ല. 325 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു വീക്ക്നെസ് വരും. മറ്റൊരു പ്രേക്ഷകൻ സിപ്ലയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.12% നേട്ടത്തിൽ 1546 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ സിപ്ല ജൂലൈ 26-ാം തീയതി ആയിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 3-4 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ വിഷ്ണു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ സാംഹി ഹോട്ടൽസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 2% ഒരു നഷ്ടത്തിൽ 179 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ സാംഹി ഹോട്ടൽസ് അഗെയിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിൻ്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണുന്നത്. ആൻഡ് നമ്മുടെ ഒരു അഡ്വൈസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ക്ലോസ് യുവർ ലോങ് പൊസിഷൻ. പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇതിലൊന്നും തന്നെ കാണുന്നില്ല. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 170 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ലോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗെയിലുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ഗെയിലിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 1% അടുത്തൊരു നഷ്ടത്തിൽ 239 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഗെയിലിൻ്റെ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് മിഞ്ഞാന്നത്തെ ട്രേഡിങ്ങിൽ ഈ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിൽ എത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ നമുക്കൊരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് കറണ്ട് ലെവൽസിൽ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് SJVNുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. 146 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ SJVN ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് 163 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പവർ ഗ്രിഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 4% അടുത്തൊരു നേട്ടത്തിൽ 361 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ പവർ ഗ്രിഡ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ടായിരുന്നു എത്തിയത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് അഗെയിൻ പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വരുൺ ബീവറേജസുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ്. വരുൺ ബീവറേജസിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.1% നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. 1575 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ വരുൺ ബീവറേജസ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് ലോങ് ടേം ട്രെൻഡ് ഇസ് എ ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്.
കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1550 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ അപാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. 4% നഷ്ടത്തിൽ 8,807 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അപാർ ഇൻഡസ്ട്രീസ് ഓൾസോ അണ്ടർടോൺ ഇസ് വെരി മച്ച് ബുള്ളിഷ്. മിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 8,300 റുപ്പി ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് 1% നഷ്ടത്തിൽ 75 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി IDFC ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ അല്പം ഡിസപ്പോയിൻറ്റിംഗ് റിസൾട്ട്സ് ആയിരുന്നു നമുക്ക് നൽകിയത്. ആൻഡ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 70 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വ്യൂ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 1% നഷ്ടത്തിൽ 2,580 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So Cochin Shipyard long-term trend is bullish, but short-term അല്പം profit taking consolidation കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2,350 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 2,750 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ IREDAയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 1% നഷ്ടത്തിൽ 257 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So IREDA again long-term trend is very much bullish, but 2 ആഴ്ചകൾക്ക് മുൻപ് നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസ് അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ട്രെൻഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1% നഷ്ടത്തിൽ 5,770 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ട്രെൻഡിൻ്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇൻഫാക്ട് മിഞ്ഞാന്നത്തെ ട്രേഡിങ്ങിൽ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ സ്റ്റോക്ക് നൽകിയത്. കൈവശം ലോങ് പൊസിഷൻസ് നമ്മൾ എസ്പെഷ്യലി ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത 2-3 സെഷൻസിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് വരാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പുതിയ ട്രേഡിംഗ് പൊസിഷൻസ് ഒന്നും തന്നെ കറണ്ട് ലെവൽസിൽ എടുക്കാൻ ശ്രമിക്കരുത്. അതോടൊപ്പം തന്നെ വേറൊരു പ്രേക്ഷകൻ ടാറ്റ സ്റ്റീലിലുള്ള വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ 1% നഷ്ടത്തിൽ 163 രൂപയിലാണ് ടാറ്റ സ്റ്റീൽ ക്ലോസ് ചെയ്തത്. സോ ടാറ്റ സ്റ്റീലിൽ ആക്ച്വലി ഒരു മിക്സഡ് വ്യൂ ആണ് വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കമ്പനി വളരെ മികച്ചൊരു ക്വാർട്ടർലി റിസൾട്ടായിരുന്നു അനൗൺസ് ചെയ്തത്. ബട്ട് ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വി സോ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ ആൻഡ് സ്റ്റോക്കിൻ്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 150 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അവസാനമായി ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മിസ്സിസ് ബെക്ടേഴ്സ് ഫുഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ ഒരു സെഷനിൽ 1% നഷ്ടത്തിൽ 1,382 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സോ മിസ്സിസ് ബെക്ടർ ഓൾസോ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,350 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്.